الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ففروا إلى الله إني لكم منه نذير مبين സത്യവിശ്വാസികളായ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും മേഖലകളിലും പരമാവധി പാലിച്ചും പുലർത്തിയും പരിഗണിച്ചും ഇരുലോകത്തും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അനുഗ്രഹത്തിനും അർഹരാവുന്ന വിധം മുത്തഖീങ്ങളായി, സൂക്ഷ്മാലുക്കളായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരിക്കൽ രണ്ട് ആളുകൾ, അവർ അടുത്ത കൂട്ടുകാരാണ്, വന്ന് ഒരേ സമയത്ത് മുസ്ലിമായി അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. അതിലൊരാൾ പ്രവാചകന്റെ കൂടെ തന്നെ നിഴല് പോലെ തുടർന്ന് ദീനീ രംഗത്ത് നിറഞ്ഞു നിന്നു. അങ്ങനെ ഒരു യുദ്ധത്തിൽ അദ്ദേഹം രക്തസാക്ഷിയായി. മറ്റേ സഹോദരൻ സ്വാഭാവികമായ മരണത്തിന് കീഴടങ്ങി. രണ്ടും സ്വഹാബികളാണ്. സ്വഹാബികൾ, ഒരാൾ രക്തസാക്ഷിയായി, മറ്റൊരാൾ സ്വാഭാവിക മരണം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അവരെ പറ്റി ഒരു മോശമായ ധാരണ ഉണ്ടാവേണ്ടതില്ല. കാരണം സ്വഹാബികൾ എന്ന പദവി ഏറ്റവും ഉന്നതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് കൊടുത്ത പദവി, ലൗ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു.
സ്വഹാബികളിൽ ആരെങ്കിലും ഒരാൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ കൊടുത്ത ₹1, ₹1, അതിന് പകരം ഉഹുദ് മലയോളം നിങ്ങൾ സ്വർണം കൊടുത്താലും തുല്യമാവുകയില്ല. അത്രയേറെ വ്യത്യാസം നമ്മളും സ്വഹാബികളും തമ്മിലുണ്ട്. ഈ 2 കൂട്ടുകാരും, ഒരാൾ രക്തസാക്ഷിയായി, 1 വർഷത്തിനു ശേഷം മറ്റേ സഹോദരൻ സ്വാഭാവികമായ മരണത്തിന് കീഴടങ്ങി. ഇവരെ 2 പേരെയും പിന്നീട് മറ്റൊരാൾ സ്വപ്നത്തിൽ കാണുന്നു. ഇതാണ് വിഷയം. ആ സ്വപ്നത്തിൽ കണ്ട വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ഈ സഹാബി പറയാണ്, ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഈ 2 പേരെയും സ്വപ്നം കണ്ടു. എന്താ അത്ര അത്ഭുതം? അതിൽ അത്ഭുതമുണ്ട്. എന്താണ്? അവർ 2 പേരും സ്വർഗത്തിലേക്ക് കടക്കുന്നതാണ് ഞാൻ കണ്ട സ്വപ്നം. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് രക്തസാക്ഷിയാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. പക്ഷേ ഞാൻ കണ്ട സ്വപ്നത്തിൽ 1 വർഷം കൂടി ഇവിടെ ജീവിച്ച് സ്വാഭാവിക മരണത്തിന് കീഴടങ്ങിയ സഹോദരൻ സ്വഹാബിയാണ് ആദ്യം സ്വർഗത്തിൽ പോകുന്നത്. രക്തസാക്ഷിയായ സ്വഹാബി പിന്നീടാണ് പോകുന്നത്. ഇതെന്റെ മനസ്സിലൊരു വല്ലാത്ത സംശയം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രക്തസാക്ഷി രണ്ടാമത്തതും 1 വർഷം കൂടി ജീവിച്ചിരുന്ന വ്യക്തി അദ്ദേഹത്തെക്കാൾ മുൻകടന്ന് സ്വർഗത്തിൽ പോവാൻ കാരണം? ഇതിനുത്തരം കിട്ടാനാണ് ഞാൻ ഈ സ്വപ്ന കഥ അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചതിൽ എന്താ അത്ഭുതപ്പെടാനുള്ളത്? അത്ഭുതപ്പെടാനുണ്ടല്ലോ. എന്താണ്? രക്തസാക്ഷിക്ക് 6 പ്രതിഫലമുണ്ട്. അതിലൊന്ന് മരിച്ച ഉടനെ സ്വർഗത്തിൽ പോവുക എന്നതാണ്. സൂറത്ത് യാസീൻ അത് വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞു. ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ എന്ന ആയത്ത് മുതൽ ഞാൻ ഓതിവച്ച ആയത്ത് വരെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അല്ലാഹു പറഞ്ഞ വചനങ്ങളാണ്. എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ചുരുക്കത്തിൽ ഒരാൾ രക്തസാക്ഷിയാവുന്നു, ഉടനെ അല്ല പറയാ ഖീല ദുഖുലിൽ ജന്ന, നേരെ സ്വർഗത്തേക്ക് പോയിക്കോ. അയാൾക്ക് ഖബർ ജീവിതമില്ല, വിചാരണയില്ല, ഒന്നുമില്ല, നേരെ സ്വർഗത്തിൽ. എങ്കിൽ പിന്നെ ഇവിടെ ആദ്യം പോകേണ്ടതാരാ? രക്തസാക്ഷിയാണ്. പക്ഷെ ഇവിടെ പോയതാരാ? 1 കൊല്ലം കൂടി ഇവിടെ ജീവിച്ച് സ്വാഭാവികമായി മരണപ്പെട്ടവൻ. എന്താണ് കാരണം? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ 1 വർഷം ജീവിച്ച വ്യക്തിക്ക് 1 റമളാൻ അധികം കിട്ടിയില്ലേ? 1 റമളാനിലെ തറാവീഹ് കിട്ടിയില്ലേ? 1 റമളാനിലെ ലൈലത്തുൽ ഖദ്ർ കിട്ടിയില്ലേ? 1 റമളാനിലെ ഇഅ്തികാഫ് കിട്ടിയില്ലേ? 1 റമളാനിലെ ഖുർആൻ പാരായണം കിട്ടിയില്ലേ? 1 റമളാനിലെ സ്വതക്ക കിട്ടിയില്ലേ? കിട്ടി. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രക്തസാക്ഷിയും ഇദ്ദേഹവും തമ്മിൽ ആകാശഭൂമികൾക്കിടയിൽ ഉള്ള വ്യത്യാസമുണ്ട്. അത്രമാത്രം മനുഷ്യനെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിശുദ്ധമായൊരു മാസത്തിന്റെ മണിക്കൂറുകൾക്ക് പിന്നിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ റമളാൻ നോമ്പ് വ്രതം ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 23 വയസ്സായ യുവാവ് തൻ്റെ കൂടെ പിറന്ന ചോരയെ, രക്തബന്ധുക്കളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിലാണ്. മനുഷ്യനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നറിയാതെ ലോകം ഉഴലുമ്പോൾ മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കുവാൻ ഏറ്റവും ശാസ്ത്രീയമായ വ്രതവുമായി റമളാൻ നമ്മിലേക്ക് വരുന്നത്. പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ലോകത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? മനുഷ്യനാണ്. ലോകത്തെ ഏറ്റവും വലിയ ഒരു സൂ, ഒരു എന്താ പറയാ, പിന്നെ ഈ മൃഗശാല 3 ദിവസം കാണാനുണ്ട് അത്രേ. അത് കാണാൻ പോണ ആള് 3 ദിവസം അവിടെ താമസിക്കണം, എന്നാലേ തീരുള്ളൂ. ലോകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട മൃഗങ്ങളും പക്ഷിമൃഗാദികളും ആ സൂലുണ്ട്. ഓരോ സ്റ്റാളിലും നമ്മൾ കടക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പിലൊരു ബോർഡിൽ ഇതാണ് ഈ ജീവിയുടെ പേര്, അത് ഇന്ന നാട്ടിലാണ് കാണപ്പെടുന്നത്, ഇന്നതാണ് അതിൻ്റെ സ്വഭാവം, ഇന്നതാണ് ഇതിൻ്റെ ഭക്ഷണം എന്നൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ
നമ്മൾ കാണുന്നതിന് മുമ്പേ ഓരോ സ്റ്റാളിൻ്റെയും മുമ്പിലുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ ആ കാണാൻ പോകുന്ന ജീവിയെ പറ്റി ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം അവസാനത്തെ സ്റ്റാള് നമ്മൾ സന്ദർശിച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അവസാനത്തെ സ്റ്റാളിൻ്റെ വാതിൽ അടച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ബോർഡ് ആ വാതിൽമേലുള്ളത്. അതിലെഴുതിയിരിക്കുന്നത് നിങ്ങൾ 2.25 ദിവസമായി ഈ സൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മൃഗങ്ങളെയും പക്ഷികളെയും ജന്തുക്കളെയും നിങ്ങൾ കണ്ടു. എന്നാൽ നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഒരു മൃഗമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ടാണ് വാതിൽ അടച്ചു വെച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം വാതിൽ തുറക്കാൻ. സ്വാഭാവികമായി വരുന്ന ആൾക്ക് ഭയങ്കര പേടി ഉണ്ടാവും വാതിൽ തുറക്കാൻ. അപ്പൊ നമ്മളിങ്ങനെ പേടിച്ച് വാതിൽ തുറക്കുമ്പോൾ അതിലൊരു കണ്ണാടിയാണ്. കണ്ണാടിയിൽ ആരെ കാണുക? നമ്മളെ തന്നെ. ലോകത്തെ ഏറ്റവും ക്രൂരനായ മനുഷ്യരാരാ? ജീവിയാരാ? മനുഷ്യൻ. കോഴിക്കോട് ജില്ലയിൽ ഭാര്യ വീട്ടുകാർ നിശ്ചയിച്ച സ്ത്രീധനത്തുകയും വണ്ടിയും കൊടുക്കാത്തതിന്റെ പേരിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് എയ്ഡ്സിന്റെ രോഗാണു കുത്തിവെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, അവരെന്താ വിളിക്കേണ്ടത്? ആ കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ മനസ്സ് നന്നാക്കുന്ന അത്യത്ഭുതകരവും ഏറെ ശാസ്ത്രീയവുമായ ഒരു മാസത്തിലേക്ക് ലോകം പ്രവേശിക്കുന്നത്. സ്വഹാബികൾ ഒരു വർഷത്തെ 2ആയി പകുക്കും. 6 മാസക്കാലം, റമളാന്റെ മുമ്പുള്ള 6 മാസക്കാലം അവരുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റമളാൻ എത്തിച്ചു തരണേ. എന്താ അതിനർത്ഥം? എല്ലാ മാസവും അവിടെ നിർത്തിയിട്ട് റമളാൻ മാത്രം എടുത്തിട്ട് കൊണ്ടു തരണേന്നാ? അങ്ങനെ വരൂലല്ലോ. റമളാന്റെ സമയത്തല്ലേ വരൂ. പിന്നെ എന്താണ് അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്ക് റമളാൻ ഉപയോഗപ്പെടുത്താനുള്ള ആരോഗ്യ സൗഖ്യവും തൗഫീക്കും നൽകണേന്ന് 6 മാസം മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു. റമളാൻ വന്നിട്ട് കാര്യമല്ലല്ലോ, ഉപയോഗപ്പെടുത്താൻ സാധിക്കണ്ടേ? വായു ആണ് ഈ ലോകം മുഴുവൻ, അന്തരീക്ഷം. പക്ഷെ ശ്വാസം വലിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ എത്രയാ? വായുല്ലേറ്റ വലിച്ചിട്ട് കിട്ടണ്ടേ? എന്തിനാ വെന്റിലേറ്ററിൽ കിടത്തിയത്? എന്തിനാ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നത്? വായു ഉടലേറ്റ അയാൾക്കത് വലിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി കിടക്കുമ്പോൾ ഒരു പ്രാർത്ഥന എല്ലാവരെയും കേൾക്ക പറയും. ഒരുപാട് ദുആകളും ദിക്റുകളും കിടന്നുറങ്ങുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അതിലൊരു ദുആ എല്ലാവരും കേൾക്കെ അല്പം ഉച്ചത്തിൽ പറയും. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ അത്അമന, അവനാണല്ലോ എന്നെ ഭക്ഷിപ്പിച്ചത്. എന്താ ഈ ഭക്ഷിപ്പിക്കാൻ പറഞ്ഞത്? ഭക്ഷണം തന്നത് മാത്രാണോ? അല്ലല്ലോ. പിന്നെ നിങ്ങൾ ഈ വിരിക്കുന്ന വിദ്യാർത്ഥികളോട്, അല്ല നിങ്ങളെ വീട്ടിൽ മെഡിക്കൽ വിദ്യാർത്ഥികളോട് ചോദിച്ചു നോക്കണ്ടി, വായിലേക്കിട്ട ഭക്ഷണം അന്നനാളത്തിലേക്ക് എത്താൻ എന്തൊക്കെ സംവിധാനങ്ങളാണ് നമ്മുടെ വായക്കകത്ത് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത്. മൂക്കിലൂടെ പമ്പിട്ട് കഞ്ഞി ജ്യൂസ് അടിച്ച് 3 വർഷമായി ജീവിക്കുന്ന ഒരു രോഗിയെ എനിക്കറിയാം. നാവിലെ രസമുകുളങ്ങൾ തളർന്നുപോയി, നശിച്ചുപോയി. കാരണം രുചി അറിയില്ല. എന്താ സഹോദരന്മാരെ സുഖമുള്ള ജീവിതത്തിൽ? ഭക്ഷണം കിട്ടിയിട്ടാ, ഫ്രിഡ്ജിൽ ഭക്ഷണം ലേറ്റാ, വാങ്ങിക്കൊടുക്കാൻ ആൾ ലേറ്റാ, ഇതിലെങ്ങട്ട് ഇറങ്ങില്ല നിൽക്കുക. എന്ത് ചെയ്യും? അപ്പോ ഭക്ഷണം കിട്ടുക മാത്രല്ല, അത് കഴിക്കാനും അത് ആസ്വദിക്കാനും അതുകൊണ്ട് വിശപ്പ് മാറാനും പടച്ചോനെ നീയാണല്ലോ തൗഫീക്ക് നൽകിയത്. അതേപോലെ ബല്ലിഗ്നാ റമളാൻ എന്ന് പറഞ്ഞാൽ റമളാൻ ഉപയോഗപ്പെടുത്താൻ സാധിക്കണേ എന്നാണ്. റമളാൻ കഴിഞ്ഞു, ഇനി എത്ര മാസമുണ്ട്? 5 മാസം. ഈ 5 മാസം എന്താണ് അവരുടെ പ്രാർത്ഥന? റബ്ബനാ തഖബ്ബൽ മിന്നാ റമളാൻ, പടച്ചോനെ ഞങ്ങളെ നിന്ന് റമളാൻ സ്വീകരിക്കണേ എന്ന് പറഞ്ഞാൽ 1 വർഷക്കാലം സ്വഹാബികളിൽ ഒരാളും റമളാൻ എന്ന ചിന്തയിൽ നിന്ന് മുക്തമായിരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടും നിൽക്കുന്ന എന്നോട് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ റമളാനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയതപ്പോഴാ? കഴിഞ്ഞ ആഴ്ച അവിടെ എത്തിയോ? 6 മാസം മുമ്പേ പ്രാർത്ഥിച്ചിരുന്ന മുൻഗാമികളുടെ പിൻഗാമികൾ
നോമ്പ് എത്തിയത് അറിഞ്ഞത് കഴിഞ്ഞ ആഴ്ച. ഇപ്പോഴും ചില സ്ഥലത്ത് പണി തീർന്നില്ല. എന്തേ? നേരത്തെ തുടങ്ങാൻ മറന്നുപോയി. ചിന്തല്ല. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. എന്തിനാ റമളാൻ? റമളാൻ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാമു, നിങ്ങൾക്കിതാ ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മുഴുവൻ സമുദായത്തിനും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. നമുക്കറിയാം, പ്രധാനപ്പെട്ട മതങ്ങളിലെല്ലാം ഉപവാസമുണ്ട്. വ്രതം ഒരു മതാനുഷ്ഠാനമായി സ്വീകരിക്കാത്ത ഒരു മതവും ഭൂമിയിലില്ല. അത് ഖുർആൻ അംഗീകരിക്കുക. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിന്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മനുഷ്യത്വമുള്ള, അച്ചടക്കമുള്ള, സ്വഭാവശുദ്ധിയുള്ള, ദീനാനുകമ്പയുള്ള, അള്ളാനെ പറ്റി പേടിയുള്ള, പരലോകത്തെ പറ്റി പേടിയുള്ള നല്ല മനുഷ്യരായി തീരാൻ. ചോദിക്കട്ടെ സഹോദരന്മാരെ, എനിക്ക് 56 വയസ്സായി. ഏറ്റവും ചുരുങ്ങിയത് ഒരു 40 കൊല്ലത്തെ നോമ്പെങ്കിലും ഞാൻ ബോധപൂർവ്വം നോക്കിയിട്ടുണ്ടാവും. 16 പോട്ടെ, 16 വയസ്സ് വരെ പോട്ടെ. എനിക്ക് തഖ്വ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ? കഴിഞ്ഞ റമളാനിന് നമ്മൾ നേടിയ തഖ്വ ഈ റമളാൻ വരെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ അതിനാണ് ഒരുങ്ങേണ്ടത്. നോമ്പ് നോൽക്കാൻ എന്ത് പണിയാണുള്ളത്? ഒരു പണിയില്ല. സുബീന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക, മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, നോമ്പായില്ലേ? അതിനകത്ത് ഒരുങ്ങാനാ സഹോദരന്മാരെ. ഒരുങ്ങാനുള്ള എന്തിനറിയോ? ഈ ഇബാദത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. കാരണം പരലോക വിജയത്തിന്റെ അടിത്തറ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ വചനമായി ഖുർആൻ പഠിപ്പിച്ച സംഗതിയാ. നിങ്ങളുടെ സമ്പത്തോ സന്താനങ്ങളോ പരലോകത്ത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യൂല. നമുക്ക് ആകെയുള്ള ഇത് 2 എണ്ണ. എണ്ണിയാ തീരാത്ത സമ്പത്തും എടുത്താ പൊന്താത്ത മക്കളും. ഇത് രണ്ടും പരലോകത്ത് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യൂലട്ടോ. നിങ്ങൾക്ക് മൂല്യമിടാൻ അള്ളാഹു പരിശോധിക്കുന്നത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന്, ദുർവിചാരങ്ങളിൽ നിന്ന്, ദുശ്ചെയ്തികളിൽ നിന്ന്, ദുരാഗ്രഹങ്ങളിൽ നിന്ന് എല്ലാം മുക്തമായ പരിശുദ്ധമായ ഒരു മനസ്സായി നിങ്ങളുടെ മനസ്സ് മാറണം. അങ്ങനെയുള്ളവർക്കേ പരലോകത്ത് മൂല്യമുള്ളൂ. അപ്പം മനസ്സ് ശുദ്ധീകരിക്കണം റമളാൻ. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യം മാത്രമാണ് ഈ റമളാന്റെ തൊട്ട് തലേ ദിവസം എന്ന നിലക്ക് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇന്നൊരു പക്ഷേ 26ഓളം മിനിറ്റ് സൂര്യാസ്തമയ ശേഷം ചന്ദ്രനുള്ളത് കൊണ്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ റമളാന്റെ തലേ ദിവസം എന്ന് പറഞ്ഞു പോയത്. ഇരിക്കട്ടെ, എങ്ങനെയാണ് റമളാൻ മനസ്സിനെ ശുദ്ധീകരിക്കുക? എങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കും? നിങ്ങൾ ആരെങ്കിലും ഡോക്ടർമാരെടുത്ത് പോകുമ്പോൾ രോഗമൊക്കെ പറഞ്ഞ് അതിൻ്റെ മരുന്നൊക്കെ എഴുതി തന്ന് പോരാൻ കാലത്ത് ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ എനിക്കൊരു ടോണിക് എഴുതി തരണം. അതെന്തിനാടോ? എൻ്റെ മനസ്സൊന്ന് നന്നാവാനാ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്താ പറയാന്നറിയോ? ഞാനും കുറേ കാലമായി അങ്ങനെ ടോണിക് അന്വേഷിച്ച് നടക്കുക, മൂപ്പർക്ക് കിട്ടിയിട്ടില്ല. മെഡിക്കൽ സയൻസിന്റെ പിടുത്തത്തിൽ ഒതുങ്ങുന്നില്ല മനുഷ്യന്റെ മനസ്സ്. ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നില്ല മനുഷ്യന്റെ മനസ്സ്. സാമ്പത്തിക വളർച്ച കൊണ്ട് മനസ്സ് നന്നാവില്ല എന്നതിന് ആധുനിക ലോകം സാക്ഷിയാണ്. മനസ്സ് മനുഷ്യ മോശമാണല്ലോ. എന്താ മനസ്സ് നന്നാവാനുള്ള മാർഗം? മനസ്സ് നന്നാവാൻ 6 മരുന്ന് കുടിക്കണം. ആ 6 മരുന്നും ഇഷ്ടം പോലെ ലഭിക്കുന്ന മെഡിക്കൽ ഷോപ്പിന്റെ പേരാണ് റമളാൻ. നാളെ മുതൽ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 30 ദിവസം ഈ 6 മരുന്നും ഇഷ്ടം പോലെ ഞാനും നിങ്ങളും വാങ്ങിക്കഴിക്കണം. നോമ്പ് കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ കൊടുക്കാനുള്ള മരുന്ന് നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയും വേണം. ഈ 6 മരുന്ന് പറഞ്ഞാൽ എൻ്റെ ഖുത്ബ അവസാനിക്കും. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ, പൊന്നാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹം തൻ്റെ അദ്കിയ എന്ന തസൗഫിന്റെ ഗ്രന്ഥത്തിൽ ഒരു ഹദീസിന്റെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നിർദ്ധാരണം ചെയ്തെടുത്ത് ഈ 6 മരുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ വലിൽ ബത്നിൽ ഖലാ
വഖിയാമു ലൈലിൻ വത്തളർഉ ബിസ്സഹർ വമുജാലസാത്തു സ്വാലിഹീനൽ ഫുല്ലലാ വദവാഉ ഖൽബിൻ, ഹൃദയത്തിന്റെ മരുന്ന് ഖംസത്തുൻ, 5 എണ്ണമാകുന്നു. ഈ 5ഉം ഇഷ്ടം പോലെ ലഭിക്കുന്ന മെഡിക്കൽ ഷോപ്പിന്റെ പേരാണ് റമളാൻ. ഒന്ന്, തിലാവത്തുൽ ഖുർആൻ ബിതദബ്ബുരിൽ മഅനാ, ഖുർആൻ പഠനവും പാരായണവും. ഖുർആന്റെ മാസ ഷഹ്റുൽ ഖുർആൻ. ഞാൻ ആർക്കും പറഞ്ഞ് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നമ്മളൊക്കെ റമദാൻ അല്ലാത്ത മാസത്തിൽ ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു കർമ്മം ഈ മാസത്തിൽ അധികം ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ, അത് ഖുർആനല്ലേ. അപ്പൊ ഖുർആൻ പാരായണം. ആർക്കാ പാരായണം ചെയ്യാൻ അറിയാം? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഈ ഖുത്ബ തീരുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് നീട്ടിക്ക്, ഞാനൊരു പേജ് എടുത്തു തരാം. ആ പേജ് തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ ധൈര്യമുള്ള ഒരാൾ നീച്ചിരുന്നോട്ടെ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഇന്നലെ ഓദിച്ചു നോക്കി. 56ഉം 60ഉം വയസ്സായ മനുഷ്യന്മാർക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, അൽ ബഖറ ഓതാൻ അറിയില്ല. അറിയില്ലാന്ന് അംഗീകരിക്കോ? എല്ലാ പള്ളിയിലുള്ള ചങ്ങായിമാരെ ഇമാമിങ്ങൾ അല്ലേ, ഹാഫിദുകളല്ലേ? നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഇമാമിന്റെ അടുത്ത് പോയി, ഉസ്താദേ ഞാനൊന്ന് ഫാത്തിഹ ഓതിത്തരാം, ഞാനൊന്ന് അൽ ബഖറ ഓതിത്തരാം, ഇതിലെ തെറ്റൊന്ന് തിരുത്തിത്തരെന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ? കിബ്ർ സമ്മതിക്കൂല. എന്നാൽ അറബി ഭാഷയിൽ ജനിച്ച് അറബി ഭാഷ സംസാരിക്കുന്നവരാണ് സ്വഹാബികൾ. ഓൽക്ക് പിന്നെ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാരെ നിർമ്മിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? അറബി ഭാഷയിൽ ജനിച്ച് അറബി ഭാഷയിലെ മുഴുവൻ ക്ലാസിക്കുകളായ കൃതികളും രചിക്കപ്പെട്ടത് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്. അന്നത്തെ കവികളുടെ കവിതയോട് കിടപിടിക്കുന്ന കവിത 1400 കൊല്ലത്തിന് ശേഷവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അത്രമേൽ ഭാഷ അറിയുന്ന മനുഷ്യന്മാർക്ക് അള്ളാന്റെ റസൂല് 5 ഉസ്താദുമാരെ നിശ്ചയിച്ചു കൊടുത്തു ഓതാൻ പഠിക്കാൻ. അർത്ഥം പഠിപ്പിച്ചു കൊടുക്കാനല്ല, ഓതാൻ പഠിക്കാൻ. എന്നിട്ടോ ഓലൊക്കെ പള്ളിക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് എല്ലാവരോടി വന്നിട്ട് ഞാൻ ഓതുവൊന്ന് കേക്കിട്ടോ. നിങ്ങൾ എന്തിനാ സഹോദരന്മാരെ കൂടുതൽ അന്വേഷിക്കേണ്ടത്? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് ഓതുന്നത് കേട്ടിരുന്നിട്ടില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുന്നത് റസൂലുള്ളാഹി കേട്ടിരുന്നിട്ടില്ലേ? അല്ലേ? അതിനേക്കാളും വലിയ ആളുകളായ നിങ്ങൾ. റമളാൻ വരികയാണ്, പടച്ച റബ്ബേ മുസാബത്തേ ഉള്ളൂ കാര്യമായിട്ട്. അത് തെറ്റി നിങ്ങളെ വീട്ടില് അൽഫിത്ര പോകുന്ന കുട്ടികളില്ലേ ഉണ്ട്, നിങ്ങളെക്കാളും നന്നായിട്ട് ഓതൂലേ? ആ കുട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആ കുട്ടി ഓതുന്ന പോലെ ഓതി പഠിച്ചിനോ? ഇല്ല. എന്താ കാരണം? പഠിക്കൂല. ഒരക്ഷരത്തിന് 10 നന്മ കിട്ടണമെങ്കിൽ ആ അക്ഷരം പുറപ്പെടുന്ന മഖറജിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ കുറ്റ കിട്ടുക, കൂലിയല്ല കേട്ടോ, കൂലിയല്ല കിട്ടുക, കുറ്റ കിട്ടുക. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം. ഇമാം ബുഖാരി റഹിമഹുല്ലാ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കും റമളാനിൽ. കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബുകാരാന്നാ പറയാ. ഞങ്ങൾ ഷാഫി മദ്ഹബ. എന്ത് ഷാഫിയായിട്ട് ഒരു ബന്ധമില്ല. ഇമാം ഷാഫി റഹിമഹുല്ല ഒരു ദിവസം റമളാനിൽ 2 പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കും. അറിയോ? പെർ ഡേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം തഹറാവീഹിൽ ഒറ്റക്ക് നിസ്കരിച്ച് 3.5 മണിക്കൂർ കൊണ്ട് ഖുർആൻ ഓതി തീർക്കും. അതാ നമ്മളോ ഒരു കത്തം തീർത്താ ഭയങ്കരായി. പിന്നെ ഖുർആൻ കുറച്ച് അധികമായി പോയോ എന്നൊരു സംശയം ചില ആളുകൾക്ക്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കിയല്ലോ. എന്താ കാരണം? എത്രയാ ഓതിയത്? എത്ര? ഒരു ഖത്തം ഓതണം. 1. 2 അർത്ഥം പഠിക്കണം. ബിതദബ്ബുരിൽ മഅനാ. ഇമാമിങ്ങൾ ഉണ്ടാവും തറാവീഹിൽ. ഏതെല്ലാം ആയത്തുകളിലൂടെയാണ് അവർ നമ്മെ കൊണ്ടുപോകുന്നത്? നമ്മൾ ആരെങ്കിലും ആ ആയത്തിന്റെ കൂടെ സഞ്ചരിക്കാറുണ്ടോ? ഇല്ല. എന്താ? അർത്ഥം അറിയില്ല. നമ്മളാകെ നോക്കൽ മൂപ്പർ എപ്പോഴാ റുക്കൂയിലേക്ക് പോണെന്നാ. ഇതിപ്പോ കഴിഞ്ഞ റക്അത്തിനേക്കാളും കൂടുതലല്ല. മൂപ്പർക്ക് എന്താ ഒരു നുള്ളു കൊടുക്കാൻ പറ്റുമോ? അതിനപ്പുറം വല്ല ചിന്തയുണ്ട് കൈമാരെയും കുങ്ങക്കും. തിലാവത്തുൽ ഖുർആൻ ബിതദബ്ബുരിൽ മഅനാ. ഒന്നാമത്തെ, ഹൃദയം ശുദ്ധീകരിക്കാൻ. ഏറ്റവും കാടന്മാരായി ജീവിച്ച അറബികളെ ഏറ്റവും നല്ല മനുഷ്യരാക്കിയത് ഈ ഗ്രന്ഥമാണ്. അത് 2 കാര്യം. 1 ഖുർആൻ ഓതി, 2 അതിന്റെ അർത്ഥം പഠിച്ചു. അതിന്റെ മാസമാണ് വരുന്നത്. അത് ഇഷ്ടം പോലെ പാരായണം ചെയ്യണം, അർത്ഥവും പഠിക്കണം. 1. 2 വലിൽ ബത്തനിൽ ഹലാ. വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കുകയാണ്. നോമ്പ് നോറ്റിട്ട് നന്നായ ഒരു മനുഷ്യനെ നിങ്ങൾ കാണിച്ചു തരുമോ? സ്വഭാവം നന്നായ ഒരാളുകൾ കാണിച്ചു തരുമോ? ആരായാലും സാക്ഷ്യപ്രതി നൽകേണ്ടത്? ഭാര്യ പറയട്ടെ, നിങ്ങളെ ഭാര്യ പറയട്ടെ, എന്റെ ഭർത്താവ് നോമ്പ് നോറ്റിട്ട് മൂപ്പർക്ക് എടുത്തു ചാട്ടോ, ആ സ്വഭാവ ദൂഷ്യോ ദേഷ്യം പിടിക്കലോ ഒന്നും ഉപ്പല്ലാന്ന് നിങ്ങളെ പറ്റി നിങ്ങളെ ഭാര്യ പറയോ? ഇല്ല. പിന്നെന്താ പറയാ? കൊളസ്ട്രോൾ കുറഞ്ഞു,
ഷുഗർ നോർമലായിക്കണ്, തടി കുറച്ച് കുറഞ്ഞിന്. അത് ശരീരം നന്നാകാനാണ് നോമ്പോട്ട്? അതിന് ജിമ്മിൽ പോയാൽ പോരെ, മെക്സബന് പോയാൽ പോരെ, പട്ടി നടക്കേണ്ട ആവശ്യമുണ്ടോ? എവിടെ നന്നാവേണ്ടത്? മനസ്സ്. എന്തേ നന്നാവാഞ്ഞത്? നോമ്പായില്ല. എന്താ നോമ്പ്? 10 കിതാബില് നോമ്പിനെ പറ്റി പറയുന്ന ഒരു പദ്യമുണ്ട്. അസ്സൗമു യഅനി കഫു നഫ്സിൻ യാ അഖി അൻ കുല്ലി മാ ഇലൈഹി നഫ്സുൻ തഷ്തഹി. പള്ളി ദർസ് കൊണ്ടുപോയി ചേർത്താൽ ആദ്യം പഠിപ്പിക്കുന്ന കിതാബ് 10 കിതാബാ. അതിൽ ബാബു സൗം, നോമ്പിനെ പറ്റി പറയുന്ന അധ്യായം. അവിടെ ഒരു പദ്യം കൊടുത്ത്, അതാ നോമ്പ്. എന്താ നോമ്പ്? അസ്സൗമോ, നോമ്പെന്ന് പറയുന്നത് യഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഫു നഫ്സിൻ, ഇംസാക്ക, നമ്മുടെ മനസ്സിന്റെ മോശമായ ആഗ്രഹങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്നതിന്റെ പേരാണ് നോമ്പ്. അപ്പൊ കണ്ണിന് നോമ്പ് വേണം 1, ചെവിക്ക് നോമ്പ് വേണം 2, കൈകാലുകൾക്ക് നോമ്പ് വേണം 3, നാവിന് നോമ്പ് വേണം 4, ഹൃദയത്തിന് മനസ്സിന് നോമ്പ് വേണം 5, വയറിന് നോമ്പ് വേണം 6. 6 അവയവത്തിന് നോമ്പില്ലെങ്കിൽ ഫലാ സിയാമ ലഹു വകം മിൻ സായിമിൻ. എത്ര നോമ്പുകാരുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലാഹ, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവും അല്ലാത്ത വേറൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വയറിന് മാത്രം നോമ്പ് അള്ളാഹു സ്വീകരിക്കൂല. 6 അവയവത്തിന് നോമ്പ് കൊടുക്കണം. അപ്പൊ ഹെറാം കാണരുത്, ഹെറാം കേൾക്കരുത്, നോമ്പിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും പറയരുത്. എന്തൊരു ചൂടാ, പറയരുത്. ചൂട് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു, ഈ മാസം ചൂടിനെ പറ്റി പറയാൻ കാരണം എന്താ? നോമ്പുള്ളതുകൊണ്ടാ. അപ്പൊ ആ ചീത്ത ആർക്കാ? നോമ്പിനാ. മുണ്ടാൻ പാടില്ല. ഞങ്ങളെ വീട്ടിൽ വന്നു, നല്ല ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി. നിങ്ങളെ ഭാര്യ നിങ്ങളെടുത്ത് തന്നതാ, മൗലവിക്ക് കൊടുത്താളിയ. ജ്യൂസ് ആയിട്ട് നിങ്ങൾ വന്നു, എനിക്ക് തന്നിട്ട് നിങ്ങൾ പറയാ, മൗലവി കുടിച്ചോളിട്ടോ. ആ പഞ്ചാരമൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുടിക്കാൻ കഴിയോ? ഇതന്നല്ലേ നോമ്പ് വെച്ച് വന്നിട്ട് എന്തൊരു ചൂടാന്നുള്ളത്. ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. നാവിന് നോമ്പതാ. പിന്നെ വേറെ പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിച്ചോളി. ഇതുപോലും പറയാൻ പാടില്ല. അതാണ് നാവിന്റെ നോമ്പ്. കണ്ണിന് നോമ്പ് വേണം, ചെവിക്ക് നോമ്പ് വേണം, നാവിന് നോമ്പ് വേണം, കൈകാലുകൾക്ക് നോമ്പ് വേണം, മനസ്സിൽ ഒരു നേരിയ ചിന്ത, ഓ പടച്ചോനെ ഇനിയിപ്പോ എത്ര ദിവസമുണ്ട്, തോന്നാൻ പാടില്ല. നോമ്പ് നോറ്റ് നല്ല ക്ഷീണമായിരുന്നു, ഇന്ന് തറാവി നിസ്കരിക്കാൻ നിൽക്കാൻ വല്ല മാർഗമുണ്ടോ? തോന്നാൻ പാടില്ല. അത് മനസ്സിന്റെ നോമ്പാ. അതുപോലെ ഒരു നോമ്പ് വയറിനും വേണം. ഈ 6 അവയവത്തിന് നോമ്പ് കൊടുത്തിട്ട് ഒരു നോമ്പ് ആയുസ്സിനൊക്കെ നോറ്റുണ്ടാവില്ല. സഹോദരന്മാരെ, ഈ റമദാനെങ്കിലും അങ്ങനെ ഒരു നോമ്പാക്കണം. എങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. ഏതുപോലെ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അലി അള്ളാഹുനും ഫാത്തിമ അള്ളാഹുനെ നോമ്പ് വെച്ചു. അയ്യാമുൽ ബീള 13, 14, 15. 1400 കൊല്ലം മുമ്പ് ഫാൻ ഉണ്ടോ ചങ്ങായിമാരെ? AC ഉണ്ടോ? ഇങ്ങനത്തെ പള്ളി ഉണ്ടോ? വീട്ടിൻ്റെ ഉള്ളിലും പുറത്തും പള്ളിയിലൊക്കെ ചൂട് തന്നെയല്ലേ? അവരൊക്കെ നമ്മൾ നോമ്പ് പോറ്റി ഇരിക്കണമാതിരി വീട്ടിൻ്റെ കുത്തിരിക്കുക, പുറത്ത് അധ്വാനിക്കല്ലേ കുടുംബം പോറ്റാൻ. അങ്ങനെ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് ഒരു മനുഷ്യന്റെ നോമ്പിന്റെ പരിശുദ്ധി എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. അലി അള്ളാഹുവിന് നോമ്പ് നോറ്റ് ജൂതനായ ഒരു മനുഷ്യന്റെ തോട്ടം നനക്കുക, ഒരു ഈത്തപ്പനന്റെ മരട്ട്, ഒരു ഗ്ലാസ്, ഒരു പാനി വെള്ളം പാർന്നാൽ ഒരു കാരക്കാ കൂലി. എങ്ങനെയാ അധ്വാനിച്ച് വൈകുന്നേരം വരെ? എന്നിട്ട് മഗ്‌രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി അമ്മോച്ചാക്കന്റെ കൂടെ നോമ്പറന്ന് മഗ്‌രിബ് നിസ്കരിച്ച് വീട്ടിൽ ചെന്നപ്പോ ഭാര്യക്കും ഭർത്താവിനൂടെ കഴിക്കാൻ ഒറ്റ പത്തിരിയാണ്. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നാളെ നോമ്പാണെങ്കിൽ ഏതായാലും ഇന്നൊരു കുത്തുവ കേട്ടല്ലേ, നാളെ ഒരു പത്തിരി മതി. തീരുമാനിക്കാൻ കഴിയൂല. തീരുമാനിച്ചാലോ ബാക്കി നോമ്പ് ICU കളെ. ICU ജീവൻ തോട്ടങ്ങൾ ബാക്കി ഉണ്ടാവൂല. 30 കിലോ പച്ചരി ഒളിപ്പിച്ചു, 30 കിലോ അറിയോ തിന്നാനാണ് നടക്കുക. ആലോചിച്ച് നോക്കി നിങ്ങള്. ഈ പത്തിരി ആട്ടെടുത്തു കൊടുത്ത ഈ നോമ്പിന്റെ പരിശുദ്ധി എത്രയാ? ആ സമയത്ത് അലി അള്ളാഹുവിന്റെ വീട്ടിലൊരു യാചകം വരിക, എനിക്ക് ഭക്ഷണം വേണം. ആകെ കഴിക്കാനുള്ള ഒരു പത്തിരി എടുത്താട് കൊടുത്ത മനുഷ്യന്മാരെ നോമ്പിന്റെ പരിശുദ്ധി എത്രയെന്ന് ആലോചിക്ക്. അതാ നോമ്പ്. 6 അവയവത്തിന് നോമ്പ് കൊടുക്കണം. 1 ഖുർആൻ പാരായണം പഠനം, 2 യഥാർത്ഥ നോമ്പ്, 3 വഖിയാമുൽ ലൈലിൻ. ഞാൻ പറയേണ്ടതില്ല. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ, ദീർഘമായി നമസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച തറാവീഹിന്റെ ദൈർഘ്യത്തിലെ നിരങ്ങൾക്ക് ഒരു റക്അത്തിലെ 5 ജുസ് ഓതിയത്.
ഒരു റക്അത്തിൽ 5 ജുസ്ആണ്. അത്ര സമയം റുക്കൂയിൽ നിന്നാൽ നിങ്ങളെ മുട്ടുകാലത്താവും. ആലോചിച്ച് നോക്കി. അത്ര സമയം സുജൂദ് കിടന്നാലോ ആരാ ഉറങ്ങാതെക്കുക? നിങ്ങൾ പറയും. നമ്മളെ പള്ളിയിൽ ഇമാമ് 5 ജുസ് ഓതി. അത്ര സമയം റുക്കൂയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ വീണ് ഒച്ചേക്കാം, മുട്ടുകാല് വേദനയായിട്ട്. സുജൂദ് കിടന്നാലോ ഒച്ചൊന്നും ഉണ്ടാവില്ല, കൂർക്കം വിൽക്കുന്ന ഒച്ച ഉണ്ടാവുള്ളൂ. ഇതായിരുന്നു നിസ്കാരം. അങ്ങനെ നമസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ഈമാനം വഹ്തിസാബൻ. ശരീരത്തിന്റെ എല്ലാ ദുർബലതകളെയും മറികടക്കുന്ന പരലോകബോധവും പ്രതിഫലേച്ഛയും വേണം. അങ്ങനെ തറാവി നമസ്കരിക്കണം. ഇമാം ഓതുന്ന ആയത്തിന്റെ ആശയത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെ പറ്റി പറയുന്ന ആയത്തെത്തുമ്പോൾ സ്വർഗം ചോദിക്കും. നരകത്തെ പറ്റി ആയത്തെത്തുമ്പോൾ നരകത്തിന് കാവലിനെ തേടും. വലിയ അഹങ്കാരികൾക്കുണ്ടായ പതനത്തെ പറ്റി പറയുമ്പോൾ അത്തരം അഹങ്കാരത്തിൽ നിന്നോ അങ്ങനെയുള്ള പതനത്തിൽ നിന്നും കാവലിനെ തേടും. അങ്ങനെ പ്രതികരിച്ചുകൊണ്ടാണ് നിസ്കരിച്ചത്, അല്ലാതെ മസ്ജിദ് പിടിച്ച് 3/4 മണിക്കൂർ തീർത്ത് പോകല്ല. അപ്പൊ അങ്ങനത്തെ തറാവി നമസ്കരിക്കണം. 4-മത്തത് അത്താഴ സമയത്ത് അല്ലാഹു 1-ാം ആകാശത്ത് നിൽക്കുകയാണ്, നമ്മൾ ചോദിച്ചത് തരാൻ. ആ സമയത്ത് ദീർഘമായ പ്രാർത്ഥന. ഒരു 4 മണിക്ക് 3 മണിക്കൊക്കെ എണീറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അത്താഴം കഴിക്കുന്നത് വരെ ദീർഘമായ പ്രാർത്ഥന. ചോദിക്കാൻ എത്രയുണ്ട് സഹോദരങ്ങളെ? നമ്മൾക്ക് മാത്രമാണോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾക്കൊരു ചെറിയ അബദ്ധം പറ്റാൻ സാധ്യത ഉണ്ട്. എന്താ അറിയോ? ഓല് അത്താഴം കഴിച്ചാ പ്രാർത്ഥന കഴുകി വെച്ചിട്ടേ സുബീസ്കരിക്കാൻ പോലുള്ളൂ. എന്താ അറിയോ? അതാണ്ട് കഴുകി വെച്ചാ പിന്നെ വന്നിട്ടാട്ടോ ഉറങ്ങിയാൽ മതിയല്ലോ. അള്ളാഹു 1-ാം ആകാശത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കേണ്ട സമയ പാത്രാടെ മാറ്റി വെക്കുക. സുബിയാൻ കൊടുത്താൽ അള്ളാഹു 7-ാം ആകാശത്തേക്ക് കയറിപ്പോവും. അതിന്റെ മുമ്പ് നമ്മൾക്ക് ആവശ്യമായ ഇഹപര കാര്യങ്ങളെല്ലാം ചോദിച്ചു വാങ്ങണം. ചോദിച്ചു വാങ്ങേണ്ട സമയ ആ സമയത്ത് പാത്രം കഴുകുകയല്ല വേണ്ടത്, പാത്രം അവിടെ നിൽക്കട്ടെ. ആണുങ്ങളോ ഒരു 10 മിനിറ്റ് കിടക്കട്ടോ, ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് വിളിക്കേണ്ടി എന്ന് പറഞ്ഞ് ഉറങ്ങല്ല വേണ്ടത്. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിനുള്ള സമയമാണ്. അപ്പൊ 5-മത്തത് നല്ല മനുഷ്യന്മാരോട് കൂടെയുള്ള സഹവാസം. അതിന് റമളാനിൽ എന്താ ചാൻസ്? നോമ്പുകാരോട് അള്ളാഹു പറഞ്ഞു, അൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഭജനമിരിക്കണം. പള്ളിയിൽ ആരാണ്ടാവുക? നല്ല മനുഷ്യന്മാർ. ഒരു ഖുത്ബയിൽ പറയാവുന്നതിന്റെ ചുരുക്കിയ ഞാൻ പറഞ്ഞു. 1 ഖുർആൻ ഓത്തും ഖുർആൻ പഠനം, 2 യഥാർത്ഥ നോമ്പ്, 3 രാത്രി നമസ്കാരം, 4 ദീർഘമായ പ്രാർത്ഥന, 5 നല്ല മനുഷ്യരുടെ കൂടെയുള്ള സഹവാസം. ഇങ്ങനെ ഈ 5 മരുന്ന് കൃത്യമായി സേവിച്ച് റമളാൻ കഴിയുമ്പോൾ മഗ്ഫിറത്ത് ലഭിക്കുന്ന, മർഹമത്ത് ലഭിക്കുന്ന, സ്വർഗപ്രവേശനം കിട്ടുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഗ്രിബ് നമസ്കാര ശേഷം ഒരു 26-27 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്. പ്രവാചകന്റെ കൽപ്പന, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം, കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കണം. ഇത് പല ജാതി വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ റസൂലിനും തിരിയാത്ത വ്യാഖ്യാനമായിട്ട് അപ്പോൾ ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കാണുക എന്ന് പറഞ്ഞാൽ അത് കാണുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഈ നോമ്പ് അലയിക്കും. മാസം അവിടെ ഉണ്ട്, മേഘം വന്ന് മൂടിയാലോ സാധനം അവിടെ ഉണ്ടല്ലോ, നോമ്പ് വെക്കാൻ പറ്റുമോ? പറ്റൂല. കണക്ക് മതിയായിരുന്നെങ്കിൽ റസൂൽ എന്താ പറയേണ്ടത്? മേഘം വന്ന് മൂടിയാൽ കണക്കില്ലാണ്ടാവുമോ? മേഘം മൂടിയാൽ ആടുള്ള യന്ത്രം ഇല്ലാതാവുമോ? ഇല്ലല്ലോ. നിങ്ങൾ കണ്ടോ? ഇല്ല. എന്തേ കാണാഞ്ഞു? മേഘാണെങ്കിലും ഉള്ളില് സാധനം ഉണ്ടല്ലോ, അതൊക്കെ നേരത്തെ കണക്കൂട്ടി അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ള ഇല്ല, നിങ്ങൾ 30 പൂർത്തിയാക്കണം. ആ അടിസ്ഥാനത്തിൽ മാസപ്പിറവി ദർശനമുണ്ടായാൽ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ റമളാൻ ഒന്നാവും. 4 കാര്യം അള്ളാഹ്ക്ക് ഇഷ്ടാ നോമ്പുകാരൻ. 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൽ, 2 അള്ളാഹിനോട് പാപമോചനം തേടൽ,
3 സ്വർഗം ചോദിക്കൽ, നാട് നരകമോചനത്തിന് വേണ്ടി തേടൽ. ഈ 4 കാര്യം നോമ്പുകാരൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതിന് പണ്ഡിതന്മാരൊരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞാലോ, ഈ 4 കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയതാ. ഏതുപോലെ? തസ്ബീത്ത് പോലെ. തസ്ബീത്ത് അള്ളാഹു റസൂൽ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കിയതാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ എന്ന ദുആ ദിക്ർ ധാരാളമായി ചൊല്ലുക. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. നിയ്യത്ത് സുബഹി ബാങ്ക് കൊടുക്കുന്ന മുമ്പ് നിർവഹിക്കണം ഫർളായ നോമ്പിന്. അത്താഴം കഴിക്കൽ മലക്കള പ്രാർത്ഥന കിട്ടുന്ന ഒരു പുണ്യകർമ്മ. അതൊരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് ആ സുന്നത്ത് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. നോമ്പ് തുറക്കാൻ സമയമായാൽ ധൃതി കാണിക്കണം എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. നമ്മളെ പള്ളിയിൽ നിന്ന് കൊടുക്കട്ടെ, നമ്മളെ കുളക്കിലാവട്ടെ എന്ന് കരുതി നിൽക്കാൻ പാടില്ല. സമയമായ ഉടനെ നോമ്പ് തുറക്കുക. അങ്ങനെ ഈ മാസത്തെ പൂർവാധികം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം. ISM കേരളത്തിൽ ദഅ്വാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ടുണ്ടാക്കാൻ ഒരു വൈറ്റ് ഷർട്ട് ചാലഞ്ച് സംഘടിപ്പിക്കുന്നുണ്ട്. 700 രൂപയാണ് ഒരു ചാർജ്. താല്പര്യമുള്ള ആളുകളുമായി ബന്ധപ്പെടണം. ദഅവത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ആ പണം വിനിയോഗിക്കുക എന്ന് അറിയിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. ആഗതമാകുന്ന റമളാൻ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള ആയുരാരോഗ്യ സൗഖ്യവും തൗഫീക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ടോ മറ്റോ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന, ശാരീരികമായ പ്രയാസം കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ കഴിയാതെ പോകുന്നവരിൽ നിന്ന്, അത്തരം അവസ്ഥയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. റമളാൻ കൊണ്ട് സ്വർഗം നേടുന്ന, നരകമോചനം സമ്പാദിക്കുന്നവരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.